പോലീസിന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. 2 വർഷം മുമ്പ് കുന്നംകുളത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, അദ്ദേഹം ഒരു പൂജാരിയാണ് എന്നതിന്റെ പേരിൽ കുനിച്ചിർത്തിയിടിക്കുന്ന ദൃശ്യങ്ങൾ നടുക്കത്തോടെയാണ് കേരളത്തിലെ ജനത കണ്ടത്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്നലെ നടന്ന സംഭവം പീച്ചിയിലുള്ളൊരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് ആ വ്യക്തികളെ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാരണത്തടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് കേരള പോലീസിനെ കുറിച്ച് തന്നെയാണ്. എല്ലാരെയും അല്ല, കേരള പോലീസിലെ ചില ഗുണ്ടകളെ പറ്റി തന്നെയാണ്. നമുക്ക് അതേപറ്റി സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് അസുഖമാണ് എന്ന് ഞാൻ എല്ലാവരോടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പനി വന്നതാണ് ആക്ച്വലി. പക്ഷെ ഒരാഴ്ച കിടന്നു പോകുന്ന ഒട്ടും വിചാരിച്ചില്ല. തൊണ്ട കൊണ്ട് ഒട്ടും വയ്യായിരുന്നു. ടോൺസിലൈറ്റ്സ് വന്നിട്ട് ഒട്ടും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റുള്ള വിമർശിക്കുന്ന ആളുകളൊക്കെ പറയുന്ന പോലെ ഞാൻ ഭിക്ഷയുടെ പല്ല ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് വെറുതെ ഇരുന്നാൽ മതി. ഞാൻ പ്രിപ്പയർ ചെയ്ത് വീഡിയോ ചെയ്ത് ഇത് തുടർന്നു കൊണ്ടുപോകാൻ, തുടർന്ന് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് സംഭാവനകൾ ചോദിക്കുന്നത്. അപ്പൊ വീഡിയോ ചെയ്താൽ മാത്രമേ എനിക്ക് നിലനിൽക്കുള്ളൂ. അപ്പൊ ഒരാഴ്ച എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും ഞാൻ ഓക്കെ ആയിട്ടില്ല. പക്ഷേ ഇത്രയൊക്കെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ മാസം ആദ്യമാണ്, വയ്യാത്തൊരവസ്ഥയാണ്. അപ്പൊ മൊത്തത്തിൽ ആകപ്പാടെ നമ്മുടെ സ്ഥിതി ഇത്തിരി ശോകമാണ്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം തുടർന്നും വേണം എന്നതാണ് ഒന്നുകൂടി പറയാനുള്ളത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം പീച്ചിയിലുണ്ടായ ഒരു ഹോട്ടലിലെ അനുഭവത്തെ പറ്റിയാണ് ആദ്യമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാം പോലീസുകാരൻ കാരണത്തടിക്കുകയാണ്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, അകാരണമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ പീച്ചിയിലുള്ള ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൽ ഫുഡ് കഴിച്ച ഒരു കസ്റ്റമറിന് ആ ഫുഡ് പഴകിയതാണ് എന്ന രീതിയിൽ, ചിക്കനോ മറ്റോ എന്തോ പഴകിയതാണ് എന്ന രീതിയിൽ ഒരു പരാതി ഉണ്ടാവുന്നു. നോർമലി ഒരാള്, ഒരു സിവിലിയൻ ആയിക്കോട്ടെ, ഒരു ഫുഡിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലാണല്ലോ പോകേണ്ടത് എന്ന് പറയാൻ പറ്റും. ആക്ച്വലി പോലീസ് സ്റ്റേഷനിലല്ല പോകേണ്ടത്, ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ പരാതിക്കാരൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, വേണമെങ്കിൽ അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ട പോലീസുകാര് ഈ ഹോട്ടൽ ഉടമകളെ അവിടെ വിളിച്ചു വരുത്തുന്നു. അവരുമായി സംസാരിച്ചതിന് ശേഷമുള്ള കയ്യേറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ശരിയാണോ തെറ്റാണോ? നമ്മൾ പൊതുവെ നമ്മുടെ പൊതുബോധം വെച്ചിട്ടൊക്കെ നോക്കുമ്പോഴേ ഞാൻ 1-2 കമന്റ്സ് കണ്ടതിൽ ഞാൻ പറയാം, പോലീസുകാർക്ക് അവരുടെ പണി എടുക്കണ്ടേ, ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാരൻ തല്ലണോ തെറ്റാണോ, എന്നാലല്ലേ പേടി വരുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ എത്ര നിഷ്കളങ്കമായിട്ട് ഇതിനെ കാണരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, പോലീസിന്റെ ഡ്യൂട്ടി എന്താ ഈ നാട്ടില്? പോലീസിന്റെ ഡ്യൂട്ടി തെറ്റുകൾ സംഭവിക്കുമ്പോഴത്തേക്ക് അത് തടയുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഒരാളെ കോടതിക്ക് മുമ്പിൽ എത്തിക്കുക എന്നതൊക്കെയാണ്. അല്ലാതെ സ്വയമായിട്ട് ശിക്ഷിക്കുക എന്നൊരു വകുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരം ഒരു പോലീസിനും ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് മർദ്ദന മുറകൾ അവരെ പരിശീലിപ്പിക്കുന്നത്, അടിച്ചു നിൽക്കാൻ പരിശീലിപ്പിക്കുന്നത് എന്തിനാ, ഫൈറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന എന്തിനാ, ഈ വെടിവെക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന എന്തിനാ, തോക്ക് കൊടുക്കുന്ന എന്തിനാ? തോക്കൊന്നും എല്ലാവർക്കും ഇല്ല, കാക്കിയുള്ള എല്ലാവർക്കും തോക്കില്ല, എല്ലാവർക്കും ഈ ട്രെയിനിങ്ങും ഇല്ല. അപ്പൊ എന്തിനാ ഇതൊക്കെ? ഇതൊന്നും നോർമൽ സിവിലിയൻസിനെ നേരിടാനല്ല. തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഒരാളെ കാക്കി ഇട്ടതിന്റെ പേരിൽ കാരണത്തടിക്കാനുള്ള ലൈസൻസ് അല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കൂ. അതൊക്കെയും അബ്നോർമൽ അല്ലെങ്കിൽ രാജ്യത്തിനോ സിവിലിയൻസിനോ ത്രട്ടായി വരുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യാനാണ് എല്ലാ പോലീസിനും കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ പോലീസിന്, തോക്കുള്ള പോലീസിന് മുട്ടിന് താഴെ മാത്രമേ വെടിവെക്കാൻ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. എന്തുകൊണ്ടാണ്? എന്താ മുട്ടിന് മേളിൽ വെടിവെച്ച് അവർക്ക് ഒരാളെ കൊല്ലാൻ പാടില്ലേ? പോലീസല്ലേ, കാക്കിട്ട കൊല്ലാമോ? പാടില്ല. അയാളുടെ ആ തോക്കിൽ വെടി കൊണ്ടൊരു മനുഷ്യൻ മരിച്ചാൽ അയാൾ പോലീസല്ല, പിന്നെ അയാൾ മർഡറാണ്, അയാൾ പിന്നെ കൊലപാതകിയാണ്. ഏതൊരു സാധാരണ മനുഷ്യനും ഒരാളെ കൊന്നാൽ എന്തെല്ലാമാണോ നിയമപരമായി ഇവിടെ നേരിടേണ്ടി വരുന്നത് അതെല്ലാം അയാളും നേരിടണം. ആ കുറ്റം തെളിഞ്ഞാൽ ജോലിയും പോയി, ജീവിതവും പോയി, എല്ലാം പോയി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അതിർവരമ്പുകൾ. ഇവിടെ നീതി ന്യായ വ്യവസ്ഥയിൽ പോലീസിന് ചെയ്യാൻ സാധിക്കുന്നത് പരാതിയുമായി വരുന്ന വ്യക്തികളോടും അതേപോലെ പരാതിക്കാരനോടും എല്ലാം മാന്യമായി ഇടപെട്ട പരാതി എന്താണെന്നുള്ളത് അവിടെ ഇരുന്ന് നോക്കുക. ഇപ്പൊ BMS പ്രകാരമാണെങ്കിൽ എന്താ, ആ പരാതി ജെനുവിനാണോ, ഏതൊക്കെ വകുപ്പുകളാണ് അവിടെ ഇടേണ്ടത്, ഇനി കോടതി വരെ എത്താതെ ഇതോ തീർപ്പാക്കി പോകുമോ, അയാൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം മതിയോ, ഇത്രയൊക്കെ ചെയ്യേണ്ടേ ഉള്ളൂ. ഞാൻ പോലീസാണ് പള്ളിയിലച്ചനല്ല എന്നുള്ള ഡയലോഗ് ഇട്ട് നിങ്ങൾ കൈയടിച്ച് കാണും. പക്ഷെ അകാരണമായി കാരണത്തടിയേൽക്കുന്ന ഒരു സംഭവം വരുമ്പോ നിങ്ങൾക്ക് കൈയടിക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ഒരു DYFIക്കാരനും പാർട്ടി, ശരിക്കും പറഞ്ഞ പോലീസുകാർ പേടിക്കേണ്ട ഒരൊറ്റ വിഭാഗമുള്ളൂ, അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ. അവരെ വരെ പേടിയില്ലാതെ ഈ രീതിക്കാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു സാധാരണ സിവിലിയനായ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു.
പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഒരാൾ വരുന്നത്. അയാൾ മദ്യപിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് ചൂടാകുന്ന വീഡിയോ. ഇത് എന്നത്തെയാണ് ഏത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ വീഡിയോ കാണാം. കുട്ടി അടുത്ത് നിന്ന് കറിയാം, മോൾ അടുത്ത് നിൽക്കുക. മോളോട് നിന്റെ പരാതി ഇവിടെ എടുക്കില്ലടാ, ഞാൻ കാണിച്ചു തരാം, അത് കണ്ടു നോക്കാൻ വേണ്ടിട്ട്. അച്ഛൻ വെള്ളം അടിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ പറയുമ്പോ ഞങ്ങൾ ഊതാളെ സാധനം വെച്ചോണ്ടിരിക്കാം പൂജിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷന്റെ മര്യാദ. ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ, ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ. മനസ്സിലാക്കാൻ പറ്റൂലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയും കൊണ്ട് വന്നതിന് ഇങ്ങനെയാണ് വരുന്നവരെ സംസാരിക്കുന്നത്. മനസ്സില്ല അച്ഛൻ മിണ്ടായത് മനസ്സിലാന്ന്. നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളടുത്ത് ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല. അത് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഞങ്ങൾ അനാവശ്യമായിട്ട് പറയും. ഞങ്ങൾ അപ്പൊ അനാവശ്യം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം. അത് പോലീസ് തന്നെ ഞങ്ങൾ പറയും. ഇല്ലേ? അച്ഛൻ വാ മതി പറഞ്ഞോ. ഇതാണല്ലോ ഇവിടെ കേൾക്കാൻ. എന്തായാലും പോലീസ് സ്റ്റേഷൻ നെയ്യാതെ മാത്രമല്ലല്ലോ, നീ വേറെ പോലീസ് സ്റ്റേഷൻ ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നീ പോടേ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ടുവന്ന ഇതാണ് ഇത് തന്നെ അല്ലേ? ഇത് തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുക, പഠിക്കാൻ വരിക. നമ്മളൊരു കാര്യം സംസാരിച്ചാൽ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വന്നത്, അങ്ങനെയും പറയും. ഇങ്ങനെ സംസാരിക്കും അങ്ങനെയും പറയും. അല്ലേ? പറയും അങ്ങനെയും പറയും. കൊള്ളാം എന്തായാലും കേട്ടോ. നമ്മളെ എന്റെ പിള്ളേരുടെ തന്ത എന്നെ വീട് കയറി അടിക്കാൻ ഒരുത്തം വന്ന് വീട്ടിൽ വന്ന് ബെല്ല് വിളിച്ച് എന്നെ കുത്തി കയറുമെന്ന് പറഞ്ഞ് അടിക്കാൻ വന്ന് ബെല്ല് വിളിച്ച കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരാൾ അന്വേഷിക്കാൻ വന്നു. ആ അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചതിനാണ് നമ്മളെ ഇത്രയും നേരം ഈ രീതിയിൽ അല്ലേ, ഈ രീതിയിൽ നമ്മളെ പീഡിപ്പിച്ചു അല്ലേ? ഇങ്ങനെ പറയൂ, ഇങ്ങനെ പറയൂ കേട്ടോ, ഇങ്ങനെ പറ്റൂ. നീ പോ, വീട്ടു പോ കേട്ടോ. ഈ രീതിയിൽ ഇടപെടുന്ന പോലീസുകാർ നമ്മുടെ നാടിന് നല്ലതാണോ ചീത്തയാണോ ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പീച്ചി സംഭവത്തിലേക്ക് തിരികെ വരാം. യഥാർത്ഥത്തിൽ ഇതെന്താണെന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രം ഇന്ന് ആ ഹോട്ടലുടമ തന്നെ, ഈ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ ഇരയായ ഹോട്ടലുടമ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. കാണാവുന്നതാണ്. ആ കസേരയിൽ തന്നെ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന വുഡൻ ചെയറിൽ ഇരിക്കുന്നു. ഞാൻ വീട്ടിൽ പോയി വീടിന്റെ ഉള്ളിൽ കടന്ന് പ്ലാസ്റ്റിക് സഞ്ചിയിൽ പണമായിട്ട് വരുന്നു. 50,000-ന്റെ 2 കെട്ട് വെച്ചിട്ട് ഓരോ ലക്ഷം വീതം എണ്ണി 4 ലക്ഷം കൊടുക്കുന്നു. 4 ലക്ഷം കൊടുത്തതിന് ശേഷം ചോദിച്ചു, ഈ 4 ലക്ഷം പോരേന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഹൗസപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എനിക്ക് 2 ഉള്ളൂ, 3 പോലീസ് സ്റ്റേഷനിലെ SIക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ആ പണം മുഴുവൻ കിട്ടണം. അപ്പോൾ ഞാൻ വീണ്ടും 1 ലക്ഷം കൂടി എടുത്തു കൊടുത്തു. ഈ പണം എല്ലാം കൂടി 1, 2, 3, 4, 5 എന്ന് എണ്ണി നിങ്ങൾക്ക് CCTVയിൽ കാണാം. പണം കൊടുത്തില്ലെങ്കിൽ കേസിൽ പ്രതിയാവുന്ന ഉറപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണം കൊടുത്ത് അവൻ ഇവിടുന്ന് ഈ പണം വാങ്ങിച്ച ശേഷം അവന്റെ കാറിൽ തന്നെ തിരിച്ചു ചെന്നു. അവൻ ആ പണം കാറിൽ വെച്ച് ലോക്ക് ചെയ്ത് SIയുടെ ക്യാബിനിൽ ചെന്നിട്ട് പറയാണ്, സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല മുതലാളിയാണ്, എനിക്കൊരു ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല, എന്നെ മർദ്ദിച്ചിട്ടൊന്നുമില്ല, എനിക്ക് പരാതി. സംഭവം ഇത്രയേ ഉള്ളൂ, പിടിച്ചു പറിക്കുക. എന്ത് പറഞ്ഞാണ് ഇവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയതെന്നറിയാമോ? നിന്റെ പേരിൽ കേസ് എടുക്കും. കസ്റ്റമറുടെ വായിലേക്ക് ഈ ചിക്കൻ കുത്തി തിരികെ തീറ്റിക്കാൻ നോക്കി വധശ്രമത്തിന് കേസ് എടുക്കും. ഇത് ഏതൊക്കെ വകുപ്പാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ളവരെ കാക്കിയിട്ടിരിക്കാൻ യോഗ്യരാണെന്ന് റിയലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പാർട്ടിയിൽ ഇരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നീതി ന്യായ വ്യവസ്ഥയിലൊക്കെ ഒരു മനുഷ്യന് വിശ്വാസം വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാനായിട്ട് അടിക്കണ്ട, ഞാനായിട്ട് ചോദിക്കണ്ട, നമുക്ക് പോയി കേസ് കൊടുക്കാം എന്നൊരു മനുഷ്യൻ ചിന്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ സംഭവം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് 100% കൊട്ടേഷൻ പരിപാടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല സത്യത്തിൽ. എനിക്ക് എന്താ പറയാ, നിങ്ങൾ എന്തിനാ യൂണിഫോം ഇട്ടേക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കൈയെടുത്ത് ഒരു മനുഷ്യന്റെ കരണത്തടിക്കുമ്പോ അവര് തിരിച്ചടിക്കാത്തത് നിങ്ങളെന്ന വ്യക്തിയോടുള്ള ബഹുമാനമാണെന്ന്? അത് ആ കാക്കിക്ക് കൊടുക്കുന്ന ബഹുമാനാ, ആ കാക്കിക്ക് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന മര്യാദയാ. അത് അണിഞ്ഞു നടക്കാൻ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? അത് നിങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പിടിച്ചു പറിക്കാനോ, ഗുണ്ടാ പരിപാടിക്കോ, കൊട്ടേഷനാണോ നിങ്ങളിപ്പോ എടുക്കുന്നത്? ഈ കണ്ട് മനസ്സിലാക്കുന്ന സംഗതി അതാ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 2 പേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാരണത്തടിച്ച് ഒരു ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ ചോദിക്കാം, കുറച്ചെങ്കിലും മാന്യത അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം ഊരിക്കളയണം മിസ്റ്റർ. അതിന് മനുഷ്യന് കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്, നിങ്ങൾക്ക് അതിന് യാതൊരു യോഗ്യതയില്ല. രണ്ടാമതായി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ്, ആഭ്യന്തരമന്ത്രി. അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പലയിടത്തും പല ആളുകളും പല പരാതികളുമായിട്ട് പോയിട്ട് ഒരു റെസിപ്റ്റ് തരും, കൂടിപ്പോയി അതാണ് തരുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും തരില്ല, ഒരു സംഗതിയില്ല. എന്റെ ഫ്രണ്ട് ഹിറ്റ് ആൻഡ് ഡ്രൈവ്, അതായത് പുള്ളി സിഗ്നലിൽ കിടക്കുന്ന സമയത്ത് പുള്ളിയുടെ വണ്ടി കിടിച്ചിട്ട് വേറൊരുത്തം പോയി, അത് എന്ത് ഇടിയടിച്ചെന്നറിയോ, ബമ്പർ അടിച്ച് താഴെ പോയി. ആ തിരക്കിന്റെ അടുത്ത് വെച്ചാൽ അത്രയും വണ്ടികൾ നിൽക്കുന്നുണ്ട്, അവന്റെ നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. വണ്ടിയുടെ വാട്ടിന് പോയി. ഒരു ആക്റ്റീവയാണ്, ഒരു ചെറിയ വണ്ടിയാണ്, പക്ഷെ കണ്ടാലറിയാം പറന്നാണ് പോകുന്നത്, അത്രക്ക് അത്യാവശ്യത്തിന് പോയൊരു വ്യക്തിയായിരിക്കണം. ഹിറ്റ് ആൻഡ് റൺ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. CCTV ഇല്ല, വൈറ്റ്ല ജംഗ്ഷനിലാണ് സംഭവം. അവിടെ ഒരു രൂപക്കൂട്ടിൽ ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് ചോദിച്ചു, സാർ ഇതേപോലെ ഒരു വണ്ടിക്ക് ഇതേപോലെ അടി കിട്ടി, ബമ്പർ താഴെ കൂടി എഴയുവാണ്, ആ രീതിയിൽ നടക്കുന്നത്. ഇവിടെ CCTV അവിടെ ഒരെണ്ണുണ്ട്, പക്ഷെ അത് വർക്കിംഗ് ആണോ എന്ന് അറിയില്ല.
എനിക്ക് തോന്നുന്നു മരട് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനോ ആയിരിക്കും. അവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ശരി, അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു, കേസ് കൊടുത്തു. ഒറ്റ ചോദ്യം, വണ്ടി ഏതാണെന്നറിയാവോ? വണ്ടി ആക്റ്റീവ്. നമ്പർ അറിയാവോ? ഇല്ല. ശരി, നമ്പർ അറിയാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ ഒരാൾ ഉപദ്രവിച്ച അയാളുടെ നമ്പരും വിത്തും പേരും ഞാൻ കൊണ്ട് കൊടുക്കാനാണ് എനിക്ക് പോയി പിടിച്ചാൽ പോരെ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് നമ്മൾ പരാതി കൊടുത്തു, പരാതിയുടെ റെസിപ്റ്റ് മേടിച്ചിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് എന്തുണ്ടായി? 3 ദിവസം മുമ്പ് അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ തുണ ആപ്പിൽ നിന്നും ഒരു മെസ്സേജ് വന്നേക്കാം. എങ്ങനെ ക്ലോസ് ചെയ്തു? നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത് എങ്ങനെ ക്ലോസ് ചെയ്തു എന്നുള്ളത്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു കേസിന്റെ കാര്യമാണ് പറയുന്നത്. റെഫറൻസ് നമ്പർ അടക്കം ഞാൻ ഇവിടെ കാണിക്കാം. ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെ ക്ലോസ് ചെയ്തു? ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്റെ ഫ്രണ്ട് ആ കാറ് കൊണ്ടേ നന്നാക്കി അത് പോയി ബമ്പർ പിടിച്ച് പൊക്കിയ വകയിൽ അയാളുടെ കൈ മുറിഞ്ഞു, അയാൾക്ക് ഡാമേജ് ഉണ്ടായി. ഇവിടെ ആര് ചോദിച്ചു? ഏത് പോലീസ് ചോദിച്ചു? ഏതവരെ ഇടിച്ചിട്ട് പോയത്? ഇവിടെ കൂടിപ്പോയി അവർ പറയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ GD എൻട്രി തരാന്നുള്ളത്. ആളപായം ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. ആളപായം ഇനി ഉണ്ടായാലോ? ഞാൻ ചോദിക്കട്ടെ, ഈ പോയവൻ മദ്യപിച്ചിട്ടാണോ പോയത്? അവൻ വല്ല ലഹരി മരുന്ന് അടിച്ചിട്ടുണ്ടോ? അല്ലെ ആരെങ്കിലും കൊന്നിട്ട് പോകുന്നവനാണോ? ഇനി കൊല്ലാൻ പോകുന്നവനാണോ? അറിയോ? ഈ പാച്ചിൽ പോകുന്ന ഒരു വ്യക്തി നാളെ വേറൊരാൾക്ക് അപകടം ഉണ്ടാക്കും എന്നുള്ളത് നോക്കാനായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വം പോലീസിനില്ല. അല്ല, അതിനും മാത്രം നോക്കാനും ചെയ്യാനുള്ള പോലീസുകാർ ഇവിടെ ഇല്ലെങ്കിൽ എന്തിനാ ഈ സേന? കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഹരീഷ് വക്കീൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു FB-യിൽ. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഏതൊരു നാട്ടിൽ പോലീസ് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലയോ അവിടെ അരാജകത്വം ഉണ്ടാവും. ആളുകൾ തെരുവിലേക്ക് ഇറങ്ങും, സ്വന്തമായി തെറ്റും ശരിയും ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു? ഇപ്പൊ ഈ 4 മുറിന്റെ ഉള്ളിൽ ഈ ആൾക്കാരെ പിടിച്ചടിക്കുന്ന പോലീസെ ഒരു 60,000 ആൾക്കാരുടെ മുമ്പിൽ ഈ കാക്കിയിട്ടുകൊണ്ട് തന്നെ ഒറ്റക്ക് നിങ്ങൾ കിട്ടിയാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഓരോ പൂരപ്പറമ്പിലും 2 പേര് 200 ആൾക്കാരെ നിയന്ത്രിക്കുന്നത് അവർക്ക് നിങ്ങളെ ബഹുമാനമുള്ളതുകൊണ്ടാ. അല്ലാണ്ട് പേടിച്ചിട്ടല്ല. ഇവിടെ ഒരു മോബ് ലിഞ്ച് ഉണ്ടായാൽ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. നിങ്ങൾ അത്രയും പോലീസുകാരില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 200 പേർക്ക് ഒരു പോലീസിനുള്ള റേഷ്യോയിലാണ് ഇവിടെ പോലീസുകാർ വർക്ക് ചെയ്യുന്നത്. പോലീസ് ആളെണ്ണത്തിൽ കുറവാ. കാക്കിയിട്ടുകൊണ്ട് നിങ്ങൾ തോന്നിവാസം കാണിക്കല്ലേ. പിണറായി വിജയന്റെ ധൈര്യത്തിൽ നിങ്ങൾ കളിക്കല്ലേ. ആ ഉടുപ്പൂരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും പറയാതെ വയ്യ, ഇതല്ല പോലീസുകാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, എടാ നീ ആയിട്ട് പോയി കൈകാര്യം ചെയ്യല്ലേ, എടാ നീ പോയി കേസ് കൊടുക്ക് എന്ന് പറയുമ്പോ എന്നോട് ചോദിക്കുക, കേസ് കൊടുത്തു എന്തുണ്ടാക്കി? ഇവിടെ താനല്ലേ പറയുന്നത് ഇവിടെ കോടതി ഉണ്ട്, പോലീസ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്, എന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ മറുപടി ഇല്ല. മാന്യമായി മര്യാദയായി മോബ് ലിഞ്ചിങ് വേണ്ട, നിങ്ങൾ ചോദിക്കല്ലേ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നീതിക്ക് വഴിക്ക് പോട്ടെ എന്ന് പറയുന്ന ഞങ്ങൾ ഒറ്റപ്പെട്ടു പോവാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട്. നാണം കെട്ട് പോവാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം കൊണ്ട്. സത്യത്തിൽ ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഇല്ല. ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നത്. ഇറങ്ങിപ്പോണം മിസ്റ്റർ, ഇറങ്ങിപ്പോണം. കേരളം ഇത്രയധികം സമാധാനം ഇല്ലാത്തൊരവസ്ഥ ഇന്നേ വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരന്റെ രക്ഷയില്ല, സാധാരണക്കാരന്റെ രക്ഷയില്ല, ബിസിനസ്സുകാരന്റെ രക്ഷയില്ല. ഇതെന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഭരിക്കാൻ അറിയാത്തവർ ഇറങ്ങിപ്പോണം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വീഡിയോന്റെ താഴെ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടികളും ഇല്ലാന്ന് പറഞ്ഞ് മിനിമം ഒരു 10 കമന്റ് വരും. നിങ്ങൾ കണ്ടോ? ഞാൻ പ്രീവിയസ്ലി ചെയ്ത എല്ലാ വ്യക്തികളും അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കോടതിയിൽ പോകാന്നുള്ളതാ ചെയ്യാൻ പറ്റുക. കോടതിയിൽ പോകണമെങ്കിൽ എന്താ അതിന്റെ പ്രൊസീജിയർ? ഒരു വക്കീൽ വേണം, വക്കീലിന് ഫീസ് കൊടുക്കണ്ടേ? കോടതി കയറി ഇറങ്ങി നടക്കാനായിട്ട് നമ്മുടെ സമയം, കോടതിയിൽ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഹാഫ് ഡേയിൽ ഇവിടത്തൊന്നും പോകാൻ പറ്റില്ല. രാവിലെ ഒരു വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ നിൽക്കണം. എപ്പോഴാ കേസ് വിളിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മെനക്കേടുകളെല്ലാം താണ്ടി ഒരു മനുഷ്യൻ അവന്റെ ലൈഫിൽ സഫർ ചെയ്യരുത് എന്നതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ജനങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വേണം? ഇത് ഞാൻ ചോദിക്കുന്ന ആഭ്യന്തരമന്ത്രിയോടാ ചോദിക്കുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ അങ്ങനെ തന്നെ വിളിക്കുക. മിസ്റ്റർ പിണറായി വിജയൻ, താങ്കളുടെ പോലീസ് ഞങ്ങളെ കേസ് എടുക്കുന്നില്ല, താങ്കളുടെ പോലീസ് ഒരു രീതിയിലുള്ള നീതി ഞങ്ങൾക്ക് നടത്തി തരുന്നില്ല. ഞങ്ങൾ എന്ത് വേണം? കോടതി പോകാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, കോടതി പോകാൻ ഞങ്ങളുടെ കയ്യിൽ സമയമില്ല. ഞങ്ങൾ എന്ത് വേണം? ഇവിടുത്തെ നാട്ടുകാർ? താങ്കൾ എന്നെ മറുപടി പറയൂ. കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ആകെ ഒരൊറ്റ പണിയേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോ 10 വർഷം മുമ്പ് എനിക്ക് ഇതുപോലെ തല്ല് കിട്ടിയായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും പോലീസ് ഇങ്ങനെയായിരുന്നു എന്ന് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐക്കാരൻ വന്നിട്ടുണ്ട്. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അവിടെ കിടപ്പുണ്ട് കുഴിമാടത്തിന്റെ ഇടയിൽ പോയി അവിടെ പറഞ്ഞു. അന്ന് അടിച്ചപ്പോ എന്തോ വായിൽ പഴമായിരുന്നു, ആണല്ലേ ഒന്നില്ലെങ്കിലും. അന്ന് ഇതേപോലെ തന്നെ എന്താ പോരാടാൻ പാടില്ലായിരുന്നു? ഇന്ന് സുജിത്ത് പോരാടുന്ന പോലെ പോരാടാൻ പാടില്ലായിരുന്നു. എന്താ ചെയ്യാഞ്ഞേ? ഇപ്പൊ സുജിത്ത് പറയുന്നത് സസ്പെൻഷനോ ഒന്നുമല്ല, 20 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു സുജിത്തിന്. ഒരു മനുഷ്യന്റെ അഭിമാനത്തിനിടുന്ന വില 20 ലക്ഷം. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല. ഇത്ര അരാജകത്വത്തിലേക്ക് ഈ സേന പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്പർ 1 ആയിട്ട് ഉത്തരവാദി ആ സേനയുടെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയാ. രാജിവെച്ച് പോകണം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ താങ്കൾ മറുപടി പറയൂ. താങ്കൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം. എന്ത് വേണം? അനീതിക്കിരയാൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ എന്ത് വേണം? എന്താണ് ചെയ്യേണ്ടത്? മറുപടി പ്രതീക്ഷിക്കുന്നു മിനിസ്റ്റർ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.